ശ്രദ്ധിക്കണം. തല കൊടുക്കേണ്ട നേരത്തെ വർത്താനം പറയുന്നത് ശ്രദ്ധിക്കണം. തല കൊടുക്കണം. നിങ്ങളെപ്പോലത്തെ മുതലാളിമാരും എല്ലാവരും ഖുർആൻ പറയുന്നവരെ കേൾക്കുന്നവരും നന്നാക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്ലാസ്. അതിനു വേണ്ടിയാണ് നിങ്ങൾ കുറച്ച് ആളുകൾ സ്റ്റേജ് മേലും താഴെയൊക്കെ ഇരിക്കുന്നത്. നിങ്ങളിവിടുത്തെ അലങ്കാരമായിട്ടല്ല, നിങ്ങൾ ഇന്ത്യൻ തലയൊക്കെ കയറാനാണ്. ഇത് കയറാത്തൊരു മുതലാളിയോ മൂല്യരോ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് തലയൊക്കെ കയറ്റണം, ഇത് ചിന്തിക്കണം. ഇതിനാരും സഹായിക്കും വേണ്ട. ഇനി അതും പറഞ്ഞ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇങ്ങനെ അംഗഭൂത്തിന്റെ വലയും കെട്ടി സഹായിക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല. ഇത് തീരുമാനിക്കുമ്പോൾ നടക്കും, ഇല്ലെങ്കിൽ നടക്കൂല. അല്ലാതെ നിങ്ങൾ കുറച്ച് മുതലാളിമാരിങ്ങനെ ഉടുത്തൊരുങ്ങിയിട്ട് ഇങ്ങനെ വലിയ വലിയ കാലും വെച്ച് വലിയ വലിയ കാലൊക്കെ കുലുക്കി ഇങ്ങനെ വന്നിട്ട് കാറിൽമാർക്ക് വന്നിട്ട് ഇത് സംരക്ഷിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളൊക്കെ പണി നോക്കി അതിനൊന്നും ആവശ്യമില്ല. ഇത് പടച്ച തമ്പുരാണ് വേണമെങ്കിൽ നടക്കണം, ഇല്ലെങ്കിൽ നടക്കണം. അങ്ങനെ ആരും വിചാരിക്കേണ്ട. കാസിമിന്റെ ക്ലാസ് കോഴിക്കോട് മുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അംഗഭൂത്തിന്റെ വലയും കെട്ടിയത് സംരക്ഷിക്കാൻ വിചാരിക്കേണ്ട. നിങ്ങളെ വല അംഗഭൂത്തിന്റെ വലയാണ്. അംഗഭൂത്ത് പറഞ്ഞ 8 അടി 8 കാലിന്റെ വലയാണ്. മഹാന്മാരായ രാഷ്ട്രീയക്കാരെ മുതലാളിമാരെ നിങ്ങളെ വലക്ക് അംഗഭൂത്തിന്റെ വല എന്നാണ് പറയുക. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ഇന്ന് എനിക്ക് ആവശ്യം തന്നെയല്ല, എനിക്കൊരു ഒറ്റ ആളെ ആവശ്യമുള്ളൂ, അതിൻ്റെ റബ്ബ് മാത്രമാണ്. നമ്മൾ നന്നാകണം. ഞാൻ വളരെ മോശപ്പെട്ട മനുഷ്യനെ. ഈ 12 കൊല്ലം അങ്ങനെ ഉണ്ട്. പാറക്കല്ലുമല്ലിട്ടിട്ട് തുണി അലക്കും, തുണി വെളുക്കും, ആരും വെളുക്കും, പാറക്കല്ലും വെളുക്കും. അത് അങ്ങനെ ഒരു വെളുപ്പുണ്ട്. അതാണ് സത്യത്തിൽ കല്ല് വെളുത്തു. അപ്പൊ നമ്മളിത് ചിന്തിക്കണം. നമ്മൾക്ക് മരിച്ചു പോണ്ടേ മനുഷ്യന്മാർ. അവിടെയല്ലേ അള്ളാന്റെ കോടതി. അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 500 കൊല്ലം സുജൂദ് കിടന്ന മനുഷ്യനെ അള്ളാഹു നരകത്ത് പോകാൻ കൽപ്പിച്ചു. പഠിച്ചോ കാക്കട്ടെ. എന്തേ കാരണം? അയാളുടെ അഹങ്കാരം. ഞാൻ എന്റെ അമൽ കൊണ്ട് പോകുമെന്ന അഹങ്കാരം. എനിക്കെന്റെ അമൽ മതി. ഹബീബായ റസൂൽ പറഞ്ഞു, ഞാനും അമൽ കൊണ്ട് സ്വർഗത്തിൽ കിടക്കുകയില്ല. അഹങ്കാരം. എനിക്കെന്റെ അമൽ മതി. അതൊരു അഹങ്കാരം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. ലോകം കണ്ട മഹാന്മാർ അള്ളാഹ് എന്ന് പറയുമ്പോഴത്തിന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹ് എന്ന് പറയുമ്പോൾ കരഞ്ഞോണ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സത്യത്തിൽ ചിന്തിപ്പിച്ചത് ആ കാര്യം. എന്തിനാണ് അവരിങ്ങനെ കരയുന്നത്? നമ്മളെ അവരോട് ദ്വാർപ്പിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെന്നപ്പോൾ നരകം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് കരഞ്ഞ്. അപ്പൊ എനിക്ക് പേടിയായി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് ഞാൻ സൂചന പറയുന്നത്. ഞാൻ ഈ കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരാളെ കണ്ട് ദ്വാർപ്പിക്കാൻ വേണ്ടി ചെന്നു. വലിയൊരു മഹാനാണ്. ഒരാളോട് ദ്വാർപ്പിക്കാൻ ചെന്നപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോൾ ആടുകാരനെ പൊട്ടിയത് കാര്യം ആ മനുഷ്യൻ. അപ്പൊ എനിക്കൊരു ബേജാറായി. അതെന്താണാവോ? ഞാൻ ദ്വാർപ്പിക്കാൻ വേണ്ടി ചെന്ന മനുഷ്യനും നരകത്തിൽ നിന്നൊരു ധൈര്യമില്ലേ എന്ന് തോന്നിപ്പോയി. അതിനെ വളരെ ചിന്തിപ്പിച്ചു. അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി. നമ്മളൊരാളോട് പോയി പറയാ 10 റുപ്യ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് 10 റുപ്യ അല്ല, ഞങ്ങളൊരു 10,000 റുപ്യ കടം തരി എന്ന് പറഞ്ഞപ്പോൾ അയാളാണ് കരയ. 10,000 റുപ്യ കടം വേണമെന്ന് പറഞ്ഞപ്പോൾ അയാളാണ് കരയ. അയാള് 10 കോടിന്റെ കടത്തിലിരിക്കുക. അപ്പോഴല്ലേ അയാൾ കാര്യമുള്ളൂ. 10,000 റുപ്യ എനിക്ക് വേണമെന്ന് പറയുന്ന നേരത്തെ അയാൾ ചിരിച്ച. ഈനൊക്കെ എന്തിനാ കുറച്ച് വർത്താനം പറയാ, പൈസ ഒക്കെ ഇവിടെ ഉണ്ടാടാന്ന് പറഞ്ഞാൽ അപ്പൊ ചിരിച്ചേ പറയുള്ളൂ. ഇതൊക്കെ ഒരു 10,000 റുപ്യ കടം വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് പോയി പറഞ്ഞപ്പോ 10,000 എന്ന് കേൾക്കുന്നോട് കൂടാണ് കഴിഞ്ഞാൽ. എന്തുകൊണ്ട്? അയാൾ 10,000 കണ്ടിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇയാൾ കാര്യന്നത്. അതല്ലേ വിഷയം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ നരകത്തിൽ നിന്ന് ഉറപ്പുള്ള ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവരൊക്കെ സ്വർഗ്ഗക്കാരായിരിക്കും ചെയ്യും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് എന്ത് തോന്നും? ഞാൻ ആള് വളരെ മോശ. വളരെ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ നന്നായി. എന്ത് കാര്യം? നിങ്ങളെ ചിന്തിക്കണം. അല്ലാഹു തആല തെരഞ്ഞെടുത്ത അബ്ദാണ് സയ്യിദുനാ ആദം. കരഞ്ഞെടുപ്പ് 300 കൊല്ലമാണ്. കരഞ്ഞെടുത്തിട്ട് പുല്ലല്ല മുളച്ച്. നമ്മൾ സാധാരണ പറയും അവൻ പാഞ്ഞെടുത്ത് പുല്ല് മുളക്കൂലാണ്. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് നമുക്ക്. അവൻ പാഞ്ഞെടുത്ത് പുല്ല് മുളക്കൂല അല്ലേ? അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ. ഇത് പുല്ലല്ല മുളച്ചത്, മരം. സയ്യിദുനാ ആദം കരഞ്ഞെടുത്ത് മുളച്ച് ചന്ദനമരം.
ആദം നബി കരഞ്ഞെടുത്താണ് ചന്ദന മരം മുളച്ചത്. സയ്യിദ്ന ആദം മരം മുളച്ച് അതിന് മാത്രം കരഞ്ഞ സയ്യിദ്ന ആദം. എത്ര കൊല്ലം കരഞ്ഞ? ആരാണ് ഇയാൾ? ഇന്നല്ലാഹ അസ്തഫാ ആദമ, ഇന്നല്ലാഹ അസ്തഫാ ആദമ. കരഞ്ഞു, അല്ലാഹു തെരഞ്ഞെടുത്ത ആൾ സയ്യിദ്ന ആദം. മനസ്സ് നന്നാക്ക്. മനസ്സന്നായാൽ ഞാൻ മോശം തോന്നും, മനസ്സ് മോശമായാൽ ഞാൻ നന്നായ നല്ലോണം തോന്നും. ചിന്തിക്കും. അതാണ് യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹി. ഖുർആൻ മനുഷ്യനെ മനസ്സാന്തരപ്പെടുത്തി. അതിനു വേണ്ടിയാണ് ഖുർആൻ വന്നത്. അന്ത്യനാളിനെ പറ്റി പറഞ്ഞതെന്താ? അവർക്കാണ് വെളിച്ചമുള്ളത്. ഖുർആന് മാനസാന്തരപ്പെടുത്തിയ മനുഷ്യർക്കാണ് അവർക്കാണ് വെളിച്ചമുള്ളത്. ചിന്തിക്ക്. അവർ കയറുന്ന പള്ളിയിലാണ് ഹിദായത്തുള്ളത്. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. ഇവിടെ അന്ത്യകാലത്ത് കുറെ പള്ളി ഉണ്ടാവും, അവിടെ ഹിദായത്ത് ഉണ്ടാവൂലാണ് പുണ്യ റസൂൽ. അങ്ങനെയാ മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പള്ളി ഉണ്ടാവും, ഹിദായത്ത് ഉണ്ടാവില്ല. മസാജിദുഹും ആമിറ മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. അവിടെ ഈമാന്റെ വെളിച്ചം ഉണ്ടാവില്ല പുണ്യ റസൂൽ. ആളുണ്ടാവില്ലേ? ആളില്ലാതെ. പള്ളി ഉണ്ടെങ്കിൽ ആളുണ്ടാവും. പള്ളി ഉണ്ടെങ്കിൽ കമ്മിറ്റി ഉണ്ടാവും, കമ്മിറ്റിക്കാർക്ക് നിയമം ഉണ്ടാവും. മാൽ ജമാഅത്ത് ഇറക്കണം. ജമാഅത്ത് ഇറങ്ങിട്ടെങ്കിൽ കമ്മിറ്റിക്കാർക്ക് മോശമല്ലേ? അപ്പൊ കമ്മിറ്റിക്കാർ 10 ആളെ കൊണ്ടുവരും. എല്ലാ പള്ളിയും ജമാഅത്ത് ഇറക്കും. 20 കൂടുതലോ ആളുകൾ ജമാഅത്ത് നടത്തുന്ന പള്ളി ഉണ്ടാകും. 50 കൂടുതൽ ആളുകളോ ജമാഅത്ത് നടത്തുന്ന പള്ളി ഉണ്ടാകും. അതിൽ ഒരാൾക്ക് പോലും ഹിദായത്ത് ഉണ്ടാവുകയില്ലെന്ന് പുണ്യ നബി. വലൈസ ഫീഹി മഹാലുൻ മയുഹാബു ഫില്ലാഹ്. അള്ളാനെ പറ്റി പേടിക്കേണ്ട, അള്ളാനെ കരുതി പേടിക്കേണ്ട ഒരാൾ ആ ജമാഅത്തിൽ ഉണ്ടാവുകയില്ലെന്ന് പുണ്യ നബി. അതുകൊണ്ട് മസാജിദുഹും ആമിറ, വലിയ വലിയ പള്ളിയായിരിക്കും, പക്ഷേ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. അവിടെ ഹിദായത്ത് ഉണ്ടാവില്ല പുണ്യ റസൂൽ. മനസ്സ് തുറന്ന് പറയാം, അങ്ങോട്ട് നോക്ക്, മനസ്സ് തുറന്ന് പറയാം. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അപ്പൊ പ്രശ്നം എന്താ? പ്രശ്നം തസ്കിയത്താ. ഇത് നന്നാവില്ല, ഭയങ്കര കള്ളനല്ലേ, ഇത് നന്നാവില്ല, ഇത് ഭയങ്കര കള്ളനാണ്, ഇത് ഭയങ്കര, ഇയാൾ നന്നാവില്ല, ഇയാള് നന്നാവാന്ന് പറഞ്ഞാൽ ഭയങ്കര. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. നന്നാവണം, ഇത് നന്നായി കിട്ടണം, അത് ഭയങ്കര പാടാണ്. ഇപ്പൊ ഞാൻ ഇൽമ പറയണം, ഇപ്പൊ എനിക്കെന്റെ ഫضലുള്ളത് ഈ ഇൽമ അല്ലാന്റെ മനസ്സിലായില്ലേ? ഞാൻ ഇൽമ പറയണം, അതിലിപ്പോ എനിക്കെന്റെ ഫضലുള്ളത് ഇൽമിന്റെ ആളാരാ? അള്ളാന്റെ. ഒരു മുതലാളി മുതൽ ദാനം ചെയ്യണം, അല്ല അയാൾക്കെന്റെ ഫضലുള്ളത് മുതൽ അയാളതല്ലല്ലോ മുതല് അള്ളാന്റെ. അയാൾക്ക് ഇതിനുള്ള അളവെന്താ? ആത്മാവിന്റെ ശുദ്ധിയാ. മറ്റത് എനിക്ക് എന്ത് പറയാനറിയാം? എനിക്ക് 10,000 ശിഷ്യന്മാരുണ്ട്, 20,000 ശിഷ്യന്മാരുണ്ട് എന്ന് പറയാം. മുതലാളിക്ക് എന്ത് പറയാം? ഞാൻ ഈ കൊല്ലം റമദാൻ വന്നിട്ട് 10 കോടി ദാനം ചെയ്തെന്ന് അറിയാം, അങ്ങനെയൊക്കെ പറയാം. അത് ആർക്കും ദാനം ചെയ്യാം. ഇന്നലെ കോയമ്പത്തൂരിൽ ഒരാൾ എന്നോട് പറഞ്ഞേ, ഒരു സെൽവരാജോ ചന്ദ്രരാജോ അങ്ങനെ ഏതൊരുത്തനെ പറ്റി പറഞ്ഞ്, ഓൻ ഈ കൊല്ലം 144 കോടി ഉറുപ്പ്യ ദാനം ചെയ്തിട്ടുണ്ട്. സദക്ക കൊടുക്കുക. സെൽവരാജോ ചന്ദ്രരാജോ. ഞങ്ങൾ ഇന്നലെ ജുമാ കഴിഞ്ഞ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആള് പറഞ്ഞ്, വലിയൊരു സദക്ക കൊടുക്കുന്ന ആളുണ്ട് ഇപ്പൊ അവിടെ വീട്ടിലിന്റെ മുന്നിൽ ആൾക്കാർ 10-200 ആളെങ്കിലും എപ്പോഴും കൂടി നിൽക്കും. മുമ്പൊരു ഭയങ്കര സദക്ക കൊടുക്കുന്ന ആളാണ്. ഈ കൊല്ലം മുമ്പര് ഇതുവരെ ആയിട്ട് ഇപ്പൊ 144 കോടി ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞു. മുമ്പർക്ക് ജയലളിതന്റെ കൂടെ മണലിന്റെ ബിസിനസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെയും പറഞ്ഞു. ഏതായാലും സ്വതക്ക സന്തൻരാജൻ കൊടുക്കണില്ലടാ. അതിനെന്താടാ സന്തൻരാജിന്? അത് പഠിച്ചോനെ മുതലല്ലേ?
ഇതൊന്നും കാര്യമില്ല. ഞാൻ 10 കോടി ഉറുപ്പിക കൊടുത്തു, ഞാൻ 10,000 ആളുകളെ കൊണ്ട് നോമ്പർപ്പിച്ചോ എൻ്റെ വാപ്പാനെ മുതൽ അള്ളാഹു ജി 20,000 ഞാൻ 20,000 നോമ്പർപ്പിച്ചടാ ജാരടാ 50,000 ആളെ നോമ്പർപ്പിച്ചു ആയിക്കോട്ടെടാ എൻ്റെ വാപ്പാനെ മുതൽ അള്ളാഹു ഞാൻ പള്ളി കൊടുത്ത് ആയിക്കോട്ടെടാ കൊടുത്തോ എൻ്റെ വാപ്പാനെ മുതലല്ല എൻ്റെ വല്യാപ്പാനെ മുതലല്ല അള്ളാഹു. ഞാൻ 1,00,000 ആളുകളെ ഖുർആൻ ഓടിയിട്ട് അവരെ ക്ലാസ് എടുത്ത് ആയിക്കോട്ടെടാ എൻ്റെ വല്യാപ്പാനെ മുതലല്ല നിനക്ക് തന്നെ പടച്ചോനെ പേടിച്ചിട്ട് ജനം നന്നായി അല്ലാഹു നന്നാക്കി തരട്ടെ. ഇതാണ് നന്നാകാതെ ഇത് നന്നായ 1 കോടിയും സ്വീകരിക്കും 10 കോടിയും സ്വീകരിക്കും 1 ദിർഹം മതിയാവും സ്വർഗത്ത് കിടക്കാൻ. ഒരു മനുഷ്യൻ സൂചി വായ്പ കൊടുത്തിട്ട് സ്വർഗത്ത് കിടന്ന ഒരു കാര്യം മുസ്തഫ നബി പറഞ്ഞു. അത് നല്ല മനുഷ്യനാണ്. പക്ഷെ മനസ്സിലാക്കണം, വലിയതൊന്നും കൊടുക്കണ്ട. എന്ത് പറയും മനുഷ്യന്മാരെ, എന്ത് സൂചിയല്ല, സൂചി വായ്പ കൊടുക്കാൻ. സൂചി കൊടുക്കണില്ല, മനസ്സിലായില്ല? സൂചി കൊടുക്കണില്ല. അയാളെ കയ്യിൽ ആകെ ഒരു സൂചിയുള്ളൂ, നാട്ടുകാർക്കൊക്കെ കൊടുക്കാൻ മാത്രം ഉണ്ടോ ഒരു സൂചി? എന്ത് പറ ഇഷ്ട എന്താ നോക്കിയിരിക്കണത്? 1 കോടിയൊന്നും കൊടുക്കണ്ട ചങ്ങാതി, ആ നാടാകെ ക്ലാസ് ഒന്നും നടത്തണ്ട ചങ്ങാതി. എന്ത് പറ ചങ്ങ നോക്കിയിരിക്കല്ലേ, പറ ആ പറ എന്ത് മതി? 1 സൂചി, ഒരു സൂചി. അത് താൻ വായ്പ കൊടുക്ക. വായ്പ എപ്പോഴാ തരിക? ഞാൻ വൈകുന്നേരം തിരിച്ചോണ്ട് ആയിക്കോട്ടെ കൊടുത്ത് അവൻ്റെ അത് കുത്തിയിട്ട് മടങ്ങി കൊടുക്കും. ഇസ്രായേലി കാലത്ത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ, നല്ല മനുഷ്യനായിരുന്നു. ആകെ ആ മനുഷ്യൻ ഉണ്ടായിരുന്നത് സൂചി. ആ നാട്ടിലെല്ലാവരോടും അയാൾ പറയും സൂചി ആരും വാങ്ങരുത്, അതിന് വെറുതെ പൈസ കളയണ്ട, സൂചിന്റെ അവിടെ ആളുകൾ സൂചി ഉണ്ടാവും, അവരെ തുന്നൽ കഴിയും, മടങ്ങി കൊണ്ടുവരും, പിന്നെ അടുത്ത കൊടുക്കും. ജനങ്ങൾ കൂടിയാൽ അയാൾ പറയും പിന്നെ സൂചി ആരും വാങ്ങരുത്, സൂചി നമ്മളോട്. അങ്ങനെ ഈ മനുഷ്യൻ എന്തിനാ 10 പള്ളി 100 പള്ളിയൊക്കെ ഉണ്ടാക്കണ? ഒരു സൂചി വരും സ്വർഗത്ത് കിടക്ക. ചിലപ്പോ 100,000 പള്ളി ഉണ്ടാക്കിയാലോ അവിടെ പോകും ചെയ്യും. പള്ളി ആർക്കും ഉണ്ടാക്കാം. BR ഷെട്ടി ഉണ്ടാക്കിയ പള്ളി എനിക്കറിയാം. BR ഷെട്ടി അറിയാം നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്താണ് എവിടെ നോക്കിയിരിക്കണത്? ഇവിടെ ഉണ്ടാ? തിരക്കടില്ല, നിങ്ങൾ ഇവിടെ ഉണ്ടാണ്, തിരക്കടില്ല. അതുകൊണ്ടൊന്നും പോകൂല മുതലാളിമാരെ, അതുകൊണ്ടൊന്നും ചന്തിമല തയമ്പോണ്ടൊന്നും സ്വർഗത്ത് പോകൂല. ക്ലാസ് എടുത്ത മോലിയാരും പോകൂല, മുതലാളിയും പോകൂല. എന്റെ വാപ്പാന്റെ മുതലല്ലത്, ഇത് പടച്ചോന്റെ മുതലാ. ഇതിനാണ് മുസ്തഫ നബി വന്നത്. ഇവിടെ നന്നാകും. ഞാൻ ഈ നാട്ടിലെ മോശപ്പെട്ടവനാണ് എന്ന് വിചാരം, അതാണ് നന്നാകുക. മരിക്കാനൊരുങ്ങുകയാണ് ഇബ്നു മസ്ഊദ്. ഉറക്കപ്പാറ വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പാവായിരുന്നു. മരിക്കാനൊരുങ്ങ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങളെ പോലെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, ഒരു പാവ മനുഷ്യനായിരുന്നു. മദീനത്തിൽ മനുഷ്യൻ ഉണ്ടായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മരിക്കണ ദിവസം കരിയ പൊട്ടി കരിയ. അപ്പോൾ 3-ാം ഖലീഫ കയറി ചെന്നു സയ്യിദുനാ ഉസ്മാൻ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണം? നിങ്ങൾ മരിച്ചാല് നിങ്ങളെ പെൺകുട്ടിയൊക്കെ ദാരിദ്ര്യം ഉണ്ടാവുന്ന പേടിച്ചിട്ടാണോ? എനിക്കാണ് പേടിയില്ല, എന്റെ പെൺകുട്ടിയൊക്കെ ദാരിദ്ര്യം ഉണ്ടാവും. അല്ലല്ലേ, എനിക്കൊരു പേടിയില്ല. എന്റെ പെൺകുട്ടികളോട് അല്ലാഹു തആല പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും അൽവാഖിഅ സൂറത്ത് ഓതാൻ എന്റെ പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൽവാഖിഅ സൂറത്ത് എന്ന് ഓതിയാൽ, ഒരു അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണിന് അൽവാഖിഅ സൂറത്ത് ഒരു പെണ്ണ് ഓതിയാൽ ആ പെണ്ണ് ഉള്ള അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിഅ. നിങ്ങളെ പെണ്ണുങ്ങളോട് നിങ്ങൾ എന്നും അൽവാഖിഅ സൂറത്ത് ഓതാൻ പറയണമെന്ന് പുണ്യ റസൂൽ. ഒരു അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു പെണ്ണ് അൽവാഖിഅ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ആ അടുക്കളയിൽ അവളുള്ള കാലത്തോളം ദാരിദ്ര്യം ഉണ്ടാവില്ലാണ് പുണ്യ റസൂൽ. മനസ്സിലായില്ലേ? അടുക്കളയിലെ ദാരിദ്ര്യം നീ കിട്ടാൻ നമ്മൾ ഓതിയാ പോരാ, ആരെന്നോദണം. നമ്മൾ വേറെ ആരെന്നോദണം. അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിഅ.
നിങ്ങളെ പെണ്ണുങ്ങൾക്ക് അൽ-വാഖിഅ സൂറത്തിനെ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ. പെണ്ണ് ഒരു അടുക്കളയിൽ പണിയെടുക്കണ ഒരു പെണ്ണ് അൽ-വാഖിഅ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂലാണ് പുണ്യ റസൂൽ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഉസ്മാനെ, എന്റെ പെൺകുട്ടികളോട് ഞാൻ അൽ-വാഖിഅ സൂറത്ത് ഓതിയിട്ട് മതി അടുക്കളയിൽ കയറിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. പിന്നെന്തിനാ നിങ്ങൾ കരുതി എന്റെ ദോഷമോർത്ത് കരയുകയാ. ആരാത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്നു മസ്ഊദ്? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ മനുഷ്യനാണ് ഇബ്നു മസ്ഊദ്.